എല്ലാ പ്രേക്ഷകർക്കും അസഫർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ മനസ്സ് അറിയണമെന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു, ആ വ്യക്തിയുടെ മനസ്സ് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിനുള്ളിൽ എന്താണ്, നിങ്ങളെക്കുറിച്ചുള്ള സ്നേഹമാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്ത തെറ്റായ കാര്യങ്ങളാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നമുക്ക് രണ്ട് ഫയലുകളാണുള്ളത്. രണ്ട് ഫയലുകളിൽ ഒന്നാമത്തെ ഫയലിൽ ആയ ഈ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്കാണ് നാം ആദ്യം പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട്. വളരെയധികം സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, അഭിമാനത്തോടെ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ വ്യക്തി അഭിമാനിക്കുന്നുണ്ട്. ആ വ്യക്തി എല്ലാവരെയും ഇഷ്ടപ്പെടുകയോ എല്ലാവരെയും സ്നേഹിക്കുകയോ എല്ലാവരും ഉൾക്കൊള്ളുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. വളരെ സെലക്റ്റീവായിട്ട്, വളരെ അപൂർവമായി മാത്രമേ ആ വ്യക്തി മറ്റുള്ളവരുമായിട്ട് സൗഹൃദങ്ങൾ സ്ഥാപിക്കാറുള്ളൂ. സ്ഥാപിക്കുന്ന സൗഹൃദങ്ങളിൽ ഉറച്ചു നിന്ന് ആരുമായിട്ടാണ് സൗഹൃദങ്ങളുള്ളത് അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു മനസ്സാണ് ആ വ്യക്തിക്കുള്ളത്. അല്ലാതെ കണ്ണിൽ കാണുന്നവരെല്ലാം സ്നേഹിക്കുകയോ കണ്ണിൽ കാണുന്നവരെല്ലാം ഉൾക്കൊള്ളുകയോ ചെയ്യുന്നൊരു സ്വഭാവ സവിശേഷതയല്ല ആ വ്യക്തിക്കുള്ളത്. വളരെ ആത്മാർത്ഥതയോടെ, വളരെ ഇഷ്ടത്തോടെ സ്നേഹിക്കുക, വളരെ മാനസികമായി അടുപ്പം കാണിക്കുക, ഇതെല്ലാം ആ വ്യക്തിയുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളാണ്. പക്ഷേ കുറച്ചു കാലമായിട്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഇഷ്ടം നിറം മങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ്. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ ചില സംശയങ്ങൾ ചില ആളുകൾ കോരിയിടുന്നുണ്ട്. അവർ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷേ നിങ്ങൾ ആ വ്യക്തിയുമായി അടുപ്പം കൂടിയില്ലായിരുന്നെങ്കിൽ ചിലർക്ക് ആ സ്ഥാനത്തേക്ക് വരണമെന്നുണ്ടായിരുന്നു. അവർ ശ്രമിക്കുന്ന ചില ശ്രമങ്ങൾ, അവർ നടത്തുന്ന ചില ശ്രമങ്ങൾ, അത് നിങ്ങൾക്കും കൂടി എതിരായി തീരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ കാര്യങ്ങൾ, ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ, അതെല്ലാം നിങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ ചിലർ കൃത്യമായ ശ്രമങ്ങൾ നടത്തുന്നു. ആ ശ്രമങ്ങളിൽ ആ വ്യക്തി വീണു പോകുന്നുണ്ട് ഒരു പരിധിവരെ. അങ്ങനെ ആ വ്യക്തിക്ക് നിങ്ങളുമായി ചേർന്ന് മുന്നോട്ട് പോയാൽ എങ്ങനെയാകുമെന്നൊരു സംശയം ഉണ്ടാകുന്നു. പക്ഷെ അത് കാലാതീതമല്ല, അല്ലെങ്കിൽ ചില ആളുകൾ ഉണ്ടാക്കിയെടുത്ത സംശയമാണ്. ചിലർ അങ്ങനെ ആക്കി തീർക്കാൻ ശ്രമിക്കുന്നതാണ്. അത് തകർന്ന് തരിപ്പണമാകും. ആ വ്യക്തിയുടെ ഉള്ളിൽ സംശയം ജനിപ്പിക്കുന്നതിന് വേണ്ടി ചിലർ ശ്രമിക്കുന്ന അവരുടെ ശ്രമങ്ങൾ തീർച്ചയായിട്ടും പരാജയപ്പെടും. അവർ വിജയിക്കാൻ പോകുന്നില്ല. ആ വ്യക്തി നിങ്ങളുടെ യഥാർത്ഥ ഇഷ്ടത്തെ, സ്നേഹത്തെ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്തെത്തും. അതുതന്നെയാണ് ഇനി കാണാൻ പോകുന്നത്. അടുത്തതായിട്ട് ഈ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ്. നിങ്ങളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളുടെ മനസ്സാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും മാത്രം അറിയാവുന്ന ഒരാൾ. അത്ഭുതപ്പെട്ടു പോകുന്നു ഈ ഫയൽ കാണുമ്പോൾ. യഥാർത്ഥത്തിൽ ചുറ്റുഭാഗത്തു നിന്നും നിങ്ങളെ സ്വീകരിക്കരുത്, നിങ്ങളെ ഇഷ്ടപ്പെടരുതെന്ന് പറയുന്ന ആളുകൾക്ക് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ആ ഇരുളിൽ ആ സ്നേഹത്തിൻ്റെ വെളിച്ചം നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കുന്നത് സ്വപ്നം കണ്ട് നടക്കുന്നൊരു വ്യക്തി. വൃഥാ സ്വപ്നം കാണുകയില്ല, ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു വ്യക്തിയെ നമുക്കിവിടെ കാണാം. എപ്പോഴും നിങ്ങൾക്കൊപ്പം മാത്രം നിലകൊള്ളാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ക്ഷേമവും നിങ്ങളുടെ മനസ്സ് വേദനിക്കാൻ പാടില്ലെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം നമുക്കിവിടെ കാണാം. ഒരു പ്രതിസന്ധിയിലും ഒരു വെല്ലുവിളിയിലും ഒരു ഉപദേശത്തിലും മാറ്റിമറയാത്ത ഒരു ഹൃദയവുമായാണ് ആ വ്യക്തി നിൽക്കുന്നത്. ആ വ്യക്തി എപ്പോഴും കാൽപ്പനികമായൊരു ലോകത്തുമാണ്. പ്രണയിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ആ വ്യക്തി കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്കപ്പോൾ വേണ്ടത് റിസൾട്ടാണ്. ഉടൻ തന്നെ പറഞ്ഞ വാക്ക് പാലിക്കണം, ഉടൻ തന്നെ കാര്യങ്ങളെല്ലാം നടക്കണം, ഒരുമിക്കണം എന്നുള്ളതാണ്. പക്ഷേ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഒരു കൂസലുമില്ലാതെ. ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആ വ്യക്തി ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ആ വ്യക്തി ശ്രദ്ധിക്കുന്നത് നിങ്ങളെ മാത്രമാണ്.
നിങ്ങൾക്കൊപ്പം നിലപാടെടുക്കുന്നു, നിങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നു, നിങ്ങളുടെ ഒപ്പം ജീവിതം പങ്കുവെക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു. നിങ്ങളെന്ന് പറയുന്ന ചിന്തയില്ലാതെ ആ വ്യക്തിക്കൊരു നിമിഷം പോലുമില്ല. എല്ലാ സമയത്തും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. പക്ഷെ നിങ്ങൾക്കതല്ല വേണ്ടത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. അതിൽ ആ വ്യക്തി വീഴ്ച വരുത്തുന്നുണ്ട്. കാരണം എപ്പോഴും സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തി ഉടൻ തന്നെ ഇറങ്ങും. ആ വ്യക്തിക്ക് ഉടൻ ഇറങ്ങാതെ കഴിയില്ല. കാരണം സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് ആ വ്യക്തിക്ക് കൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്കെത്തും. ആ വ്യക്തിയും നിങ്ങളും വിജയിക്കും. നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകും. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങളോടുള്ള പ്രണയമാണ്. അതേക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടേ ആ വ്യക്തി മുന്നോട്ട് പോവുകയാണ്. അതല്ലാതെ ഒരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലില്ല. എപ്പോഴും അതുതന്നെയാണ്. മറ്റുള്ളവർ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങളുടെ ചിത്രം മായ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർ പരാജയപ്പെടുകയാണ്. ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് മാത്രമാകുന്ന ചിന്ത. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.